Neha, Srishma. Okay, thank you. Thank you, Neha. കുറച്ചുകൂടി അവിടെ ഒന്ന് ജോയിൻ ചെയ്തോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെയ്യട്ടെ. എല്ലാവർക്കും സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ് we discussed design issues for the layers. Okay, what are the design issues that are faced by the designers while designing a computer network? Okay, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈനേഴ്സ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വൈൽ ഡിസൈനിങ് എ നെറ്റ്വർക്ക് ഓർ വൈൽ ഡിസൈനിങ് ദ ലെയേഴ്സ് ഓഫ് എ നെറ്റ്വർക്ക്. ഓക്കെ, സോ ദർ ആർ 8 things. First one, mechanism for identifying sender and receiver. Second one, rules for data transfer. Third one, error control, laws of sequencing, keep a fast sender from swamping a slow receiver, inability of all process to accept arbitrarily long messages, inconvenience or expensive to set up separate connection, and finally routing. Okay, so ഇതിൽ ഫസ്റ്റത്തെ അല്ലെങ്കിൽ ഒന്നാമത്തേതായിരുന്നു മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ. വാട്ട് യു മീൻ ബൈ മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ? മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ എന്ന കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിവൺ? പറഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത ഐഡിയ വെച്ച് നിങ്ങളുടെ ഐഡിയ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഈവൻ അത് റോങ് ആയാലും കുഴപ്പമില്ല, അത് ക്ലിയർ ചെയ്യാം, ബട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. വാട്ട് യു മീൻ ബൈ mechanism for identifying sender and receiver, and what is the most common solution for that? ഒക്കെ പേര് തന്നെ ഉണ്ട്, ആ ഒരു സെന്റൻസിൽ തന്നെ ഉണ്ട് ആ ഒരു കൺസെപ്റ്റ്. എനിവൺ? വാട്ട് യു മീൻ ബൈ mechanism for identifying sender and receiver, and what is the common concept which is used for that purpose? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു ഫിഗറൊക്കെ വെച്ച് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിവൺ? എന്താണ് മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, സെൻഡറും റിസീവറെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഓക്കെ ARQ. ഓക്കെ, ARQ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കൺസെപ്റ്റാണ് ARQ. ഓക്കെ, സോ മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവറിൻ്റെ അകത്ത് ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെൻഡറെയും റിസീവറെയും ഐഡൻറ്റിഫൈ ചെയ്യണം.
which means a network consists of large number of devices interconnected by this network. Okay, and each machine contains, or each peer system contains large number of processes. ഈ പ്രോസസ്സുകളാണ് മറ്റൊരു മെഷീനിലുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ ഈ പ്രോസസ്സായിരിക്കും ഈ പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത്രയും ലാർജ് നമ്പർ ഓഫ് സിസ്റ്റംസ് ഉള്ള നെറ്റ്വർക്കിൻ്റെ അകത്ത് ഈ ഒരു പ്രോസസ്സ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഈ ഒരു പ്രോസസ്സിന് ഈ ഒരു മെഷീനിലെ ഈ ഒരു പ്രോസസ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് സെൻഡ് ചെയ്യുന്ന ഡാറ്റ കറക്റ്റായിട്ട് ഇതിലോട്ടേക്ക് റൂട്ട് ചെയ്ത് ഇവിടെ എത്തണം. അല്ലെങ്കിൽ ഏതാണ് റിസീവർ എന്ന് മനസ്സിലാക്കി, ഏതാണ് ആ റിസീവർ മെഷീൻ്റെ ഉള്ളിലെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺസെപ്റ്റ്, മെക്കാനിസം ഫോർ ഐഡന്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ. മോസ്റ്റ് കോമൺ മെക്കാനിസം ഫോർ ഐഡന്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ എന്താണ്? എന്ത് വെച്ചിട്ടാണ് പൊതുവെ നമ്മൾ റിസീവറൊക്കെ മനസ്സിലാക്കുന്നത്? അല്ലെ ഇന്ന സ്ഥലത്തോട്ട് ഇത് എത്തണം എന്നൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്? യെസ്, ഓക്കെ അനഘ, അഡ്രസ്സാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ ഈ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ഇന്ന IP അഡ്രസ്സിൻ്റെ അകത്തുള്ള ഇന്ന മിഷനാണ്, ആ മിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പോർട്ട് നമ്പറൊക്കെ നോക്കിയിട്ട് ഓക്കെ ഇന്ന പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെൻഡർ റിസീവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അഡ്രസ്സ് നോക്കിയിട്ട് റൂട്ട് ചെയ്ത് ഈ മിഷനിലെത്തുന്നു. ആ മിഷനിലെത്തിക്കഴിഞ്ഞാൽ പോർട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, എന്താണ് പോർട്ട്, സോക്കറ്റ് എന്നൊക്കെ. നിങ്ങൾക്ക് ലാബ് ചെയ്യുന്നതിൻ്റെ അകത്തും സോക്കറ്റ് പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, TCP UDP. സോ ഈ ഒരു മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ്റെ അകത്തുള്ള ഏത് പ്രോസസ്സാണ് എന്ന് ആ ഒരു പോർട്ട് സോക്കറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു റിസീവർ പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് മെക്കാനിസം ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് വൈൽ ഡിസൈനിങ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ, റൂൾസ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന റൂൾസ്, ആ കൺസെപ്റ്റ് എന്തായിരുന്നു? Rule for data transfer means some system may be half duplex, ചിലത് ഫുൾ ഡ്യൂപ്ലക്സ് ആയിരിക്കാം. ഡാറ്റ ഒരു സൈഡ് മാത്രമേ പോകുന്നുണ്ടാവും, ചില സമയം രണ്ട് സൈഡും പോകുന്നുണ്ടാവും. ആൻഡ് സം മെസ്സേജസ് ഹൈ പ്രയോറിറ്റി ഉള്ള മെസ്സേജസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള മെസ്സേജസിനെ കുറച്ച് ഫാസ്റ്റായിട്ട് ബാക്കിയുള്ളതിനെ ബ്ലോക്ക് ചെയ്തിട്ട് കടത്തിവിടേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ട്. ആ റൂൾസിനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ഒരു 1-way സിസ്റ്റത്തിൽ നിന്ന് 2-way സിസ്റ്റത്തിലോട്ടാണ് ഡാറ്റ അയക്കുന്നത് എങ്കിൽ ഈ 1-way സിസ്റ്റത്തിൽ നിന്ന് 2-way സിസ്റ്റത്തിലോട്ട് എങ്ങനെ അറ്റ് എ ടൈം അയക്കാൻ വേണ്ടി പറ്റും? ഇനി 2-way സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 2-way സിസ്റ്റത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് എങ്ങനെ അയക്കാൻ വേണ്ടി പറ്റും? അങ്ങനെയുള്ള റൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ ചില മെസ്സേജിന് ഹൈ പ്രയോറിറ്റി ഉണ്ടാവും, ആ പ്രയോറിറ്റിയുള്ള മെസ്സേജിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അങ്ങനെയുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. That rules has to be defined. അതാണ് രണ്ടാമത്തെ ഡിസൈൻ ഇഷ്യൂ. മൂന്നാമത്തെ ഡിസൈൻ ഇഷ്യൂ ആയിരുന്നു ഇറർ കൺട്രോൾ. ആ ഇറർ കൺട്രോൾ ആണ് നേരത്തെ പറഞ്ഞ ഈ ഒരു ARQ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇറർ കൺട്രോൾ മീൻസ് ഒരു നെറ്റ്വർക്കും ഒരു സിസ്റ്റവും പെർഫെക്റ്റ് അല്ല. സോ ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് ഒക്കറിങ് ഇറേഴ്സ് ഇൻ ദാറ്റ്. ഇറേഴ്സ് എന്തായാലും ഉണ്ടാവും. ഇറേഴ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബട്ട് അങ്ങനെയുള്ള ഇറേഴ്സിനെ എങ്ങനെ സോൾവ് ചെയ്യണം, ആ ഇറേഴ്സിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്ത ഇറേഴ്സിനെ എങ്ങനെ സോൾവ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ആ മെസ്സേജിനെ പ്രോപ്പറായിട്ട് എത്തിക്കണം, അങ്ങനെയുള്ള മെക്കാനിസംസ് കൂടി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് കോൾഡ് ഇറർ കൺട്രോൾ മെക്കാനിസം. ഈ ഒരു ഇറർ കൺട്രോൾ മെക്കാനിസം ഈ ഒരു നെറ്റ്വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് ഈ രണ്ട് പാർട്ടീസും അഗ്രി ചെയ്തിട്ടുള്ള ഇറർ കൺട്രോൾ മെക്കാനിസം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് യൂസ് ചെയ്യുന്നു, ഇത് സെലക്റ്റീവ് റിപ്പീറ്റ് യൂസ് ചെയ്താൽ പ്രോപ്പറായിട്ട് ഇറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ ഈ രണ്ട് സിസ്റ്റത്തിനിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഐ എം ഗോയിങ് ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് ഇറർ കറക്ഷൻ മെക്കാനിസം. സോ ദ റിസീവർ സിസ്റ്റം മസ്റ്റ് ഓൾസോ യൂസ് ദ സെയിം കൈൻഡ് ഓഫ് ഇറർ കറക്ഷൻ ഓർ ഇറർ ഡിറ്റക്ഷൻ മെക്കാനിസം. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ വെദർ ആൻ ഇറർ ഒക്കേർഡ് ഓർ നോട്ട്. അതിൻ്റെ ബേസിസിൽ മാത്രമേ അതിനെ കറക്റ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് എഗ്രിമെൻറ്റ് ഷുഡ് ബി ദർ ബിറ്റ്വീൻ ദീസ് ടു ഡിവൈസസ്. ഓക്കെ, സോ അതാണ് ഇറർ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഇറർ കൺട്രോൾ മെക്കാനിസംസ് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ
എറർ കറക്ഷൻ മെക്കാനിസം രണ്ട് പാർട്ടീസും എഗ്രി ചെയ്തിട്ടുള്ളത് ആയിരിക്കണം. ദാറ്റ്സ് വാട്ട് കോൾഡ് എറർ കൺട്രോൾ. Then the fourth one was loss of sequencing. What do you mean by loss of sequencing? Loss of sequencing കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Anyone? What do you mean by loss of sequencing and what is the common mechanism? There are many mechanisms. Actually, we discussed one mechanism to solve the loss of sequencing, and what is that? അതും പേര് തന്നെ ഉണ്ട്, ലോസ് ഓഫ് സീക്വൻസിങ്. ആ പേര് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസത്തിന്റെ പേരും അതിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? യെസ്, ഓക്കെ ശ്രീഷ്മ, ഇറ്റ്സ് സീക്വൻസ് നമ്പർ. ദ മെക്കാനിസം വിച്ച് ഈസ് യൂസ്ഡ് ടു സോൾവ് ദിസ് ലോസ് ഓഫ് സീക്വൻസിങ് ഈസ് സീക്വൻസ് നമ്പർ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സീക്വൻസ് നമ്പർ. ഓക്കെ, സോ വാട്ട് ഈസ് ലോസ് ഓഫ് സീക്വൻസിങ്? ആ പേരിൽ തന്നെ ഉണ്ട് സീക്വൻസ് നഷ്ടപ്പെട്ടു പോവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മെസ്സേജിനെ പല സ്മോൾ മെസ്സേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇഫ് വി ആർ യൂസിങ് സ്റ്റാറ്റിക് റൂട്ടിംഗ് ഓർ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ വെച്ചിട്ടുള്ള നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, എല്ലാ മെസ്സേജും ഒരേ വഴി തന്നെ ഒരേ പാത്തിൽ തന്നെ ഫോളോ ചെയ്യും. സീക്വൻസിങ്ങിൻ്റെ അകത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മുടെ ബസ്, കോളേജ് ബസ് മട്ടന്നൂരിലോട്ട് ഒറ്റ വഴി ശിവപുരം വഴി ഡയറക്റ്റ് ആയിട്ടാണ് പോകുന്നത് എങ്കിൽ ഓരോ ബസ്സും അതിൻ്റെ പിന്നാലെ തന്നെ പോവാം. സോ മട്ടന്നൂർ എത്തുമ്പോഴേക്കും ഇവിടുന്ന് പുറപ്പെട്ട ഓർഡർ എങ്ങനെയാണോ അതേ ഓർഡർ തന്നെയായിരിക്കും അവിടെ റിസീവ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് അവിടെ എത്തിച്ചേരുന്നുണ്ടാവുക. ഓർഡറിൻ്റെ അകത്തൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ബട്ട് ഈ വി ആർ യൂസിങ് ഡൈനാമിക് റൂട്ടിംഗ് ഓർ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിലൊക്കെ ഓരോന്നും ഓരോ പാത്ത് വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. സോ വി കനോട്ട് സേ ദാറ്റ് ഓൾ ദ മെസ്സേജസ് വിൽ റീച്ച് ദർ ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ അവിടെ എത്തണമെന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ അവിടെ എത്തില്ല. ചിലപ്പോൾ ഒന്നാമത്തെ ബസ് വന്ന് മൂന്നാമത്തെ ബസ് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് ബസ് എത്തുന്നുണ്ടാവുക. ഓക്കെ, സോ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വി നീഡ് ടു അറേഞ്ച് ദ messages in the proper order, then only we can reproduce the exact message that we send. Okay, so ആ ഒരു കേസിൻ്റെ നമുക്ക് സീക്വൻസിങ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഈവൺ ഇഫ് വി ആർ യൂസിങ് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്, ഡയറക്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു മെസ്സേജ് ചിലപ്പോൾ ലോസായി പോവാം. അങ്ങനെ ലോസായി പോയാലും ഒന്നാമത്തെ മെസ്സേജ് അവിടെ എത്തി, രണ്ടാമത്തെ മെസ്സേജ് ലോസായി പോയി, ദെൻ 2ക്ക് പകരം 3 ആണ് അവിടെ എത്തുന്നുണ്ടാവുക. സോ ആ കേസിൽ എന്ത് ചെയ്യും? ഈ ഇറേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡ് മെസ്സേജ് മാത്രം ഒന്ന് വീണ്ടും അയക്കുക ചെയ്യുക. അങ്ങനെ അയച്ചു കഴിഞ്ഞാലും അത് എത്തുന്നുണ്ടാവുക ചിലപ്പം 5 or 6 എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെക്കൻഡ് മെസ്സേജ് എത്തുന്നുണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ അകത്ത് വി നീഡ് ടു മെയിൻറ്റെയിൻ ദ സീക്വൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി പല മെക്കാനിസം ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സീക്വൻസ് നമ്പർ. ഈ സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് സീക്വൻസ് നമ്പർ നോക്കാം. അതായത് ഒരു വലിയ മെസ്സേജിനെ ഡിവൈഡ് ചെയ്യുമ്പം അതിന് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ സീക്വൻസ് നമ്പർ കൊടുക്കും. റിസീവർ സൈഡിൽ റിസീവർ ആ സീക്വൻസ് നമ്പർ ചെക്ക് ചെയ്യുന്നു. 1 കഴിഞ്ഞിട്ട് 3 ആണ് വരുന്നത്, പിന്നെയാണ് 2 ഉള്ളത് എങ്കിൽ ദെൻ ദർ ഷുഡ് ബി എ മെക്കാനിസം. അവിടെ ഒരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, 3ക്ക് മുന്നേ 2 പ്ലേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ 2നെ എടുത്ത് 3യുടെ മുന്നിൽ വെക്കും. അങ്ങനെ കറക്റ്റായിട്ട് എന്താണ് മെസ്സേജിനെ ഓർഡർ ആക്കി വെക്കും. ഓക്കെ, in that way we can solve the loss of sequencing issue. Okay, this is the next designing issue, which means ഇങ്ങനെയുള്ള ലോസ് ഓഫ് സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ ബേസിസിൽ റിസീവർ സൈഡിൽ എത്തുന്ന മെസ്സേജിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനും ഒരു മെക്കാനിസം അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം while designing a layer in the new network. Okay, then fifth, what is the meaning of fifth point, or what is the design issue? Keep a fast sender from swamping a slow receiver. ഇത്ര വരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതൊന്ന് പറഞ്ഞേ ആരെങ്കിലും. ഫാസ്റ്റ് സെൻഡർ സ്വാമ്പിങ് എ സ്ലോ റിസീവർ, എന്താണ് കൺസെപ്റ്റ്?
ഓർ എന്ത് കൺസെപ്റ്റിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്? ലൈക്ക് ഓക്കെ, ആ ഒരു പോയിന്റ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? കീപ്പിംഗ്, ഓക്കെ ഓക്കെ റൈസ, ഓവർലോഡിങ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. യെസ്, സ്പീഡ് മിസ്മാച്ച് തന്നെയാണ്. ഓക്കെ ഓക്കെ റൈസ ദേവിക, കൺസെപ്റ്റ് സെയിം തന്നെയാണ്. നമ്മൾ ഇതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ കോമൺ ആയിട്ട്. നമ്മൾ അവിടെ ഒരു മൂന്നാമത്തെ പോയിന്റിൽ ഒരു ഇറർ കൺട്രോൾ മെക്കാനിസം പഠിച്ചു. അതേപോലെ ഇതിനൊരു വേറൊരു പേരുണ്ടല്ലോ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഉണ്ട്. സിങ്ക്രണൈസേഷൻ, ഓക്കെ, കൈൻഡ് ഓഫ് സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. യെസ്, എക്സാക്ട് പോയിന്റ് ഫ്ലോ കൺട്രോൾ ആണ്. ഓക്കെ ശ്രദ്ധ, സിങ്ക്രണൈസേഷൻ തന്നെയാണ്. അതായത് പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടാവുക. ഓക്കെ, ബട്ട് ദ എക്സാക്ട് ടേം ഈസ് ഫ്ലോ കൺട്രോൾ. ഓക്കെ, സോ ഫ്ലോ കൺട്രോൾ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, കീപ്പിംഗ് എ ഫാസ്റ്റ് സെൻഡർ, സ്വാമ്പിംഗ് സ്ലോ റിസീവർ എന്ന് പറയുന്നത് നിങ്ങളിവിടെ ഇത്രയും ആൾക്കാർ പറഞ്ഞ എല്ലാ കൺസെപ്റ്റ് തന്നെയാണ്. അതിനെ ഒന്ന് കമ്പൈൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ദ ടേം ഈസ് ഫ്ലോ കൺട്രോൾ, വിച്ച് മീൻസ് ഒരു സെൻഡർ ഉണ്ടാവും. ഈ സെൻഡറിന് ഹൈ സ്പീഡിൽ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ഈ റിസീവർക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഡാറ്റനെ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ എന്തായും, ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ഇവിടെ എത്തുന്നു. ആക്ച്വലി ഇവിടെ ഒരു ബഫർ ഉണ്ടാവും. ആ ബഫർ നിറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിന് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ബാക്കിയുള്ള മെസ്സേജസ് മുഴുവൻ ഇവിടെ ലോസ് ആയി പോകും. സോ ആ സമയത്ത് ഈ റിസീവർ പറയണം ടു ദ സെൻഡർ, എനിക്ക് ഇത്രയും സ്പീഡിൽ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, സോ പ്ലീസ് റെഡ്യൂസ് ദ സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫീഡ്ബാക്ക് മെസ്സേജ് ഇങ്ങോട്ട് കൊടുക്കും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, ഇയാൾ അയക്കുന്നതിൻ്റെ സ്പീഡ് കുറക്കും. അതിനനുസരിച്ച് ഇയാൾക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് ലോസ് ഒന്നും സംഭവിക്കാതെ എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഫ്ലോ കൺട്രോൾ. അങ്ങനെയുള്ള മെക്കാനിസത്തിനെയാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ്സ് ദ ലോസ് ഓഫ് സീക്വൻസിങ് മെക്കാനിസം. ഓക്കെ, സോ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. സോറി, ദിസ് വൺ, കീപ്പ് എ ഫാസ്റ്റ് സെൻഡർ ഫ്രം സ്വാമ്പിങ് എ സ്ലോ റിസീവർ. ഓക്കെ, ഇനി ഒരു 3 പോയിന്റ് കൂടി ബാക്കിയുണ്ടായിരുന്നു. ഒന്ന്, ഇന്നബിലിറ്റി ഓഫ് ഓൾ പ്രോസസ് ടു ആക്സെപ്റ്റ് ആർബിട്രറിലി ലോങ് മെസ്സേജസ്. അതും പേര് തന്നെ ഉണ്ട്. എല്ലാ പ്രോസസ്സിനും ലോങ് മെസ്സേജസിനെ ഒന്നിച്ച് ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഒരു മെഷീന് പ്രോസസ്സ് ചെയ്തിട്ട് ലാർജ്, അതായത് നല്ല സൈസുള്ള മെസ്സേജിനെ സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു മെഷീന് വലിയൊരു മെസ്സേജിനെ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാനും സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ഈ ഒരു റിസീവർക്ക് ഇത്രയും വലിയൊരു മെസ്സേജിനെ അറ്റ് എ ടൈം ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ചെറിയൊരു മെസ്സേജിനെ മാത്രമേ അറ്റ് എ ടൈം ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ ഇത്രയും വലിയ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഇതിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഇന്നബിലിറ്റി ഓഫ് ഓൾ പ്രോസസ് ടു ആക്സെപ്റ്റ് ആർബിട്രറിലി ലോങ് മെസ്സേജസ്. ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് സംഭവിക്കാം. അതായത് ഇവിടുത്തെ മെഷീൻ ചിലപ്പം വളരെ ചെറിയ ചെറിയ മെസ്സേജസിനെ മാത്രമേ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെയുള്ള മെഷീൻ കുറച്ചുകൂടി ഹൈ കപ്പാസിറ്റി ഉള്ള മെഷീനാണ്, കുറച്ചുകൂടി ലാർജ് മെസ്സേജിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എന്ത് ചെയ്യണം? ഇതിനോട് അറിയിക്കണം, എനിക്ക് കുറച്ചുകൂടി വലിയൊരു മെസ്സേജിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ചെറിയ മെസ്സേജസ് ആയിട്ട് അയക്കുന്ന സമയത്ത് കുറേ ടൈം എൻ്റെ വേസ്റ്റ് ആവുന്നുണ്ട്. സോ യു ജസ്റ്റ് ഫൈൻഡ് എ മെക്കാനിസം ടു കമ്പൈൻ ഓൾ ദി സ്മോൾ മെസ്സേജ് ആൻഡ് സെൻഡ് ദ മെസ്സേജ് ടുഗെദർ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അല്ലാത്ത കേസിൽ ഈ ഫസ്റ്റ് പറഞ്ഞ കേസാണെങ്കിൽ ഇതിന് ചെറിയ മെസ്സേജസ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഇത് ഇങ്ങോട്ട് ഇൻഫോം ചെയ്യും, എനിക്ക് ഇത്രയും വലിയ മെസ്സേജസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ യു ജസ്റ്റ് ഫൈൻഡ് എ മെക്കാനിസം ടു ഡിവൈഡ് ദ മെസ്സേജ് ഹിയർ ആൻഡ് സെൻഡ് ദ മെസ്സേജ് 1 by 1. അങ്ങനെയുള്ള ഒരു മെസ്സേജ് തിരിച്ചിങ്ങോട്ട് കൊടുക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു മെക്കാനിസം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നബിലിറ്റി ഓഫ് ഓൾ പ്രോസസ് ടു ആക്സെപ്റ്റ് ആർബിട്രറിലി ലോങ് മെസ്സേജസ്. സാധാരണ നമ്മൾ ഡിസസംബിൾ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിസീവർ സൈഡിൽ റീഅസംബിൾ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു പോയിന്റ് മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് മനസ്സിലായോ? ഈ പറഞ്ഞ പോയിന്റ് ഇപ്പോൾ മനസ്സിലായോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ?
ഓക്കെ, സോ ദർ ആർ ടു പോസിബിലിറ്റീസ്. ഒന്ന്, സെൻഡർ ലാർജ് വലിയ സൈസുള്ള മെസ്സേജ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക, റിസീവർക്ക് അത്രയും വലിയ മെസ്സേജ് ഒന്നും പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സെക്കൻഡ് കേസ്, സെൻഡർ വളരെ സ്മോൾ മെസ്സേജസ് ആണ് അയക്കുന്നത്, റിസീവർക്കാണെങ്കിൽ അവിടെ ലാർജ് മെസ്സേജിനെ പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ചെറിയ മെസ്സേജ് ഓരോ സമയം പ്രോസസ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോസസിങ് കപ്പാസിറ്റി വെറുതെ വേസ്റ്റ് ആയി പോവാണ്. സോ ഈ രണ്ട് സിറ്റുവേഷൻ്റെ അകത്തും ദർ ഷുഡ് ബി എ മെക്കാനിസം ടു ഇൻഫോം ദ സെൻഡർ ടു ഐദർ ഡിസ്അസംബിൾ ഓർ റീഅസംബിൾ ദ മെസ്സേജസ് ആൻഡ് സെൻഡ് ദാറ്റ് ടു ദ റിസീവർ. അങ്ങനെയുള്ള ഒരു മെക്കാനിസം നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇൻകൺവീനിയൻസ് ഓർ എക്സ്പെൻസീവ് ടു സെറ്റ് അപ്പ് സെപ്പറേറ്റ് കണക്ഷൻ, വിച്ച് മീൻസ് നമ്മൾ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെ അകത്തൊക്കെ സെപ്പറേറ്റ് കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ബട്ട് എല്ലാ സിറ്റുവേഷൻ്റെ അകത്തും അങ്ങനെ സെപ്പറേറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. പലപ്പോഴും ട്രാൻസ്മിഷൻ മീഡിയ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ എങ്ങനെ ഷെയർ ചെയ്തിട്ട് ഡാറ്റ അയക്കണം എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഈ ഒരു പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. ഫൈനലി, റൂട്ടിംഗ് മീൻസ് ഒരു സെൻഡർ റിസീവറിലോട്ട് ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ അത് റൂട്ട് ചെയ്ത് പോകും. പല റൂട്ടേഴ്സ് ഉണ്ടാകും. ആ റൂട്ടേഴ്സ് വഴി റൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്തുക. ഈ റൂട്ടിംഗ് തന്നെ പല ടൈപ്പ് റൂട്ടിംഗ് ഉണ്ട്. അതിൽ കുറച്ച് റൂട്ടിങ്സ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. സോ ഏത് പാത്ത് ചൂസ് ചെയ്യണം, അറ്റ് ദ മൊമെന്റ് ഏത് റൂട്ടിംഗ് യൂസ് ചെയ്യണം, സ്റ്റാറ്റിക് റൂട്ടിംഗ് ആണോ യൂസ് ചെയ്യേണ്ടത്, ഡൈനാമിക് റൂട്ടിംഗ് ആണോ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള മെക്കാനിസം ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ നെറ്റ്വർക്കിൻ്റെ ഡിവൈസിന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അങ്ങനെയുള്ള മെക്കാനിസവും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുമ്പം ഡിസൈനേഴ്സ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിലും, ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, എന്ത് ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിലും എസ്പെഷ്യലി തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ മാർക്കിനനുസരിച്ച് മാത്രം എഴുതുക. ഓക്കെ, എപ്പോഴും ഇങ്ങനെയുള്ള തിയറി സബ്ജക്റ്റിന് നിങ്ങൾക്കുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ ടൈം കിട്ടിയില്ല എന്നുള്ള സിറ്റുവേഷൻ വരും. ഓക്കെ, ബട്ട് തിയറി സബ്ജക്റ്റിൻ്റെ ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് മാത്രം എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇതിപ്പം പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതൊരു 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇതൊരു 3 എണ്ണം മാത്രം എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. 4 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 4 എണ്ണം മാത്രം എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ നിങ്ങളൊരു 3 മാർക്കിൻ്റെന് ഈ 8 എണ്ണം കംപ്ലീറ്റ് എത്ര പ്രോപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 3 മാർക്കേ കിട്ടാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ ടൈം അത്രയും വേസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, സോ തിയറി സബ്ജക്റ്റ് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ആ ടൈം മാനേജ്മെൻറ്റിൻ്റെ അകത്ത് മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക. അതാണ് ഇതിനുള്ള സൊല്യൂഷൻ. ഇപ്പം എസ് സി ആണെങ്കിൽ 9 മാർക്കാണെങ്കിൽ 9 മാർക്കിൻ്റെ കണ്ടന്റ് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് 9 മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 3 മാർക്കിന് വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്കിന് വേണ്ട കണ്ടന്റ് മാത്രം അതിൽ എഴുതിയാൽ മതി. ബാക്കി നിങ്ങൾ എത്ര എഴുതിയാലും നിങ്ങൾക്ക് ആ 3 മാർക്കേ മാക്സിമം കിട്ടാൻ പോകുന്നുള്ളൂ. സോ ദ ഡിസൈൻ ഇഷ്യൂസ് ഫോർ ദ ലെയേഴ്സ് 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 എണ്ണം ലിസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ 3, 4, 5 നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ബട്ട് 1, 2 സെന്റൻസ് ഈ 3 എണ്ണത്തിനെ പറ്റി മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ ഡിസൈൻ ഇഷ്യൂസ് ഫോർ ദ ലെയേഴ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എട്ട് പോയിന്റ്സ്, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിമ്പിൾ കൺസെപ്റ്റാണ്. ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. Okay. Okay then. സോ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇന്റർഫേസ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഇന്റർഫേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇന്റർഫേസ്?
What do you mean by interface? What is interface? What is interface? ഇജാസ് എന്താ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ? ഇജാസ് വാട്ട് യു മീൻ ബൈ ഇന്റർഫേസ്? ഇജാസ് ഇജാസ് ഓൺലൈൻ ഉണ്ടോ? സഹല എന്താ ഇന്റർഫേസ്? സഹല ആരും ഓൺലൈൻ ഇല്ലേ? അറിയാത്തതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയില്ല എന്നെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. വിഷ്ണു വിഷ്ണു നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? വോയിസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാർ ഓൺലൈനിലില്ലേ? വൈഷ്ണവി എന്താ ഇന്റർഫേസ്? നിങ്ങളെ ആൻസർ പറഞ്ഞോ, തെറ്റായാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ചെയ്ത് പോവാം. എന്താണ് ഇന്റർഫേസ്? പ്രണവ് പ്രണവേ, വാട്ട് യു മീൻ ബൈ ഇന്റർഫേസ്? പ്രണവ് എ. ആദർശ് ആദർശ് എല്ലാവരും ലാസ്റ്റ് അറ്റൻഡൻസ് ടൈമിൽ മാത്രമേ കയറുന്നുണ്ടോ? അജ്മൽ അജ്മൽ ഇന്റർഫേസ് എന്താണെന്നറിയോ? ഓർമ്മയില്ല സാറേ. ഓക്കെ ഓക്കെ. അഞ്ജലി 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 ഇന്റർഫേസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇന്റർകണക്ഷൻ പബ്ലിക്കും പ്രൈവറ്റും ആയിട്ടുള്ള. ഓക്കെ 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 അഞ്ജലി. ഓക്കെ, സോ ഇന്റർഫേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ലെയേഴ്സിന്റെ ഇടയിലുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുക. നമ്മളൊരു ലെയേർഡ് നെറ്റ്വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് നെറ്റ്വർക്കിനെ പല ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആ ലെയേഴ്സിന്റെ ഇടയിലുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയാം. അതേപോലെ ഈ രണ്ട് ലെയേഴ്സുകൾ തമ്മിൽ, രണ്ട് സെപ്പറേറ്റ് മെഷീൻസിന്റെ ഇടയിലുള്ള ലെയേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പ്രോട്ടോകോൾ എന്ന് പറയും. ഓക്കെ, സോ ഇന്റർഫേസ് ഈസ് ബിറ്റ്വീൻ ടു ലെയേഴ്സ്. ഓക്കെ, സോ ഈ ഒരു ഇന്റർഫേസിൻ്റെ അകത്താണ് ഈ താഴെയുള്ള ലെയറിന് തൊട്ട് മുകളിലുള്ള ഈ ലെയറിൻ്റെ അകത്തുള്ള എന്തൊക്കെ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ലെയറിന് ഓഫർ ചെയ്യുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇന്റർഫേസിലായിരിക്കും.
ഓക്കെ, നമ്മളത് ഓൾറെഡി ആ ഒരു ലെയേർഡ് നെറ്റ്വർക്കിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആർക്കെങ്കിലും ഇതുവരെ ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ഐഡിയ ആക്കി വെക്കുക എന്താണ് ഇന്റർഫേസ് എന്നുള്ളത്. കാരണം 3 മാർക്കിന് കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഓർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർഫേസ് എന്ന് എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇന്റർഫേസ്, എന്താണ് പ്രോട്ടോകോൾ എന്ന് പറയണം. പ്രോട്ടോകോൾ മീൻസ് 2 ഡിഫറെൻറ്റ് മെഷീൻസിൻ്റെ ഇടയിൽ ഉള്ള സെറ്റ് ഓഫ് എഗ്രിമെന്റ്സ് ആണ് പ്രോട്ടോകോൾ, ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ ഇടയിൽ. ആൻഡ് ഈ ഒരേ മെഷീൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഈ പാർട്ടിനെയാണ് ഇന്റർഫേസ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലാത്തവർ ഇപ്പെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. സോ ലെയേർഡ് നെറ്റ്വർക്ക്, ഈച്ച് പെയർ ഓഫ് അഡ്ജസൻറ്റ് ലെയറിൻ്റെ ഇടയിലുള്ളതിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഡിഫൈൻസ് വിച്ച് പ്രിമിറ്റീവ് ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ദ ലോവർ ലെയർ ഗിവൺ ടു അപ്പർ ലെയർ. അതായത് ഈ ഒരു താഴെയുള്ള ലെയർ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ലെയറിന് അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ടാവുക ഈ ഒരു ഇന്റർഫേസിലായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ലെയേർഡ് നെറ്റ്വർക്കായിട്ട് അല്ലെങ്കിൽ പല ലെയറായിട്ട് നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഓരോ ലെയറിൻ്റെ അകത്തും ഉള്ള ഫങ്ഷൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഈ ഒരു ലെയർ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അല്ലാതെ പകുതി ഇവിടെയും പകുതി ഇവിടെയായിട്ട് ചെയ്യാൻ പാടില്ല. ഒരു ലെയർ മൊത്തത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫങ്ഷൻ മൊത്തം ഈ ഒരു ലെയർ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ പകുതി ഇവിടെയും പകുതി ഇവിടെയും ആവാൻ പാടില്ല. വിച്ച് മീൻസ് ഈ ഇന്റർഫേസിന്റെ ഇടയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറക്കാൻ വേണ്ടി നോക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ മൊത്തം ഇവിടെ ചെയ്യാം, അതിനുശേഷം മാത്രമേ അതിൻ്റെ ഇത് തൊട്ട് താഴോട്ടേക്ക് കടത്തിവിടാൻ പാടുള്ളൂ. അല്ലാതെ പകുതി ഇവിടെയും പകുതി ഇവിടെയുമായിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ഇന്റർഫേസ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെയറിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്നോളജി വെച്ചിട്ട് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തു. ഇൻ ഫ്യൂച്ചർ നമുക്ക് ഈ ലെയറിന്റെ ഈ ടെക്നോളജിനെ കംപ്ലീറ്റ് മാറ്റി മറ്റൊരു ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. പക്ഷെ പകുതി ഇവിടെയും പകുതി ഇവിടെയാണെങ്കിൽ എന്താ, നമ്മൾ ഈ 2 ലെയറിൻ്റെ അകത്ത് അത് മാറ്റേണ്ടി വരും. ആ പറഞ്ഞ കാര്യം കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലെയർ നമ്മൾ ലെയറായിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് കോസ്റ്റ് കുറയും. ഓക്കെ, അതൊരു കാര്യം. 2, നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെയറിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ മുഴുവൻ ഈ ലെയർ തന്നെ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കണം ഇങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു ഫംഗ്ഷൻ പകുതി ഇവിടെയും പകുതി ഇവിടെയും ചെയ്യാൻ പാടില്ല. വിച്ച് മീൻസ് ഈ ഇന്റർഫേസിന്റെ ഇടയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറക്കുക. പകുതി ഇവിടെയും പകുതി ഇവിടെയും ആണെങ്കിൽ എന്ത് ചെയ്യും, ഇടക്കിടക്ക് ഇതിന്റെ ഡാറ്റ ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരും, വീണ്ടും അങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു ഇന്റർഫേസിന്റെ ഇടയിലെ ഇന്ററാക്ഷൻ മാക്സിമം കുറക്കത്തക്ക രീതിയിൽ വേണം ഈ ഓരോ ലെയറും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ആയാൽ ഈ ഒരു ലെയറിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്നോളജി നമുക്ക് കംപ്ലീറ്റ് മറ്റൊരു ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എന്താണ്, പകുതി ഇവിടെയും പകുതി ഇവിടെയും ആണെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടിനെ എഫക്ട് ചെയ്യും. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെലിഫോൺ ലൈനിനെ നമ്മൾ സാറ്റലൈറ്റ് ചാനൽ കൊണ്ട് റീപ്ലേസ് ചെയ്തു. വിച്ച് മീൻസ് ഒരു ടെലിഫോൺ ലൈനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മൊത്തം ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ലെയർ ആയിരിക്കും. അതിനെ മൊത്തം നമ്മൾ ആ ടെക്നോളജി മാറ്റിയിട്ട് സാറ്റലൈറ്റുമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലെയറിന്റെ ആ ഒരു കൺസെപ്റ്റ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ലെയറും ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യും. ലെയേഴ്സിന്റെ ഇടയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഫോർമേഷൻ എപ്പോഴും മിനിമം ആയിരിക്കണം. മിനിമൈസ് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് മസ്റ്റ് ബി പാസ്ഡ് ബിറ്റ്വീൻ ലെയേഴ്സ്. ലെയേഴ്സിന്റെ ഇടയിൽ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എപ്പോഴും മിനിമം ആയിരിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷന് നമ്മൾ മീൻസ് ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് പുതിയ ടെക്നോളജി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ടെലിഫോൺ ലൈൻസ് ഒക്കെ നമ്മൾ സാറ്റലൈറ്റ് ചാനൽ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ലെയറിലായിരിക്കും ടെലിഫോൺ ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അതിനെ മൊത്തം ടെക്നോളജി മാറ്റി സാറ്റലൈറ്റ് ലൈൻ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇന്നിടത്ത് ഇത്രയും കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ടാണ് ലെയേഴ്സിന് ഇന്റർഫേസിന്റെ ഇടയിൽ മാക്സിമം കമ്മ്യൂണിക്കേഷൻ കുറയത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അനഘ,
വേറെ എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഇന്റർഫേസ്? ആ ഇന്റർഫേസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറക്കണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫംഗ്ഷൻ മുഴുവൻ ഒരു ലെയർ തന്നെ ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ഇത്രയും മാത്രം എടുക്കാം, ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ കാരണം നിങ്ങൾ ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്നൊക്കെ പറയുന്നത് ബേസ് ആണ്, അതിന്റെ ബേസിലാണ് ബാക്കിയുള്ളതൊക്കെ ഒരു ബേസ് എന്താ പറയുക കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുക. സോ ഐഡിയാസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ബാക്കി എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പം ഇന്ന് എടുത്ത ഈ മെറ്റീരിയൽസ് ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡും നോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇന്ന് എടുത്തത് ഒന്ന് ഡിസൈൻ ഇഷ്യൂസ് ഫോർ ദ ലെയേഴ്സ്, അതിലുള്ള 8 പോയിന്റ്സ്. ദെൻ എന്താണ് ഇന്റർഫേസ്, ആ ഇന്റർഫേസിൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഇന്ററാക്ഷൻ മാക്സിമം കുറക്കാനുള്ള റീസൺ എന്താണ്, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി നോക്കുക. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, ഓക്കെ ഓക്കെ, അഭിനവ്, ആദർശ്. ആദർശ് നേരത്തെ ഇവിടെ പോയി? നേരത്തെ ഞാൻ കുറേ സമയം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദർശ്. അദ്വൈത്, ഓക്കെ. അജ്മൽ, ഓക്കെ. അഖിൽ, അഖിൽ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? അഖിലിന് എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് മാറിയതാണെങ്കിൽ ഒന്ന് തന്നെ ഇൻഫോം ചെയ്യാൻ പറയാം. അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, ഓക്കെ. അതുൽ, ദേവിക, ഓക്കെ. ഓക്കെ റീസ. ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, ഓക്കെ. സിനാൻ, ഇജാസ്, സിനാൻ, ഓക്കെ. ഇജാസ് നേരത്തെ കണ്ടിരുന്നു. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കാൻ പറയാം. നഫ, നേഹ, ഓക്കെ. നിതിൻ, പ്രണവേ, പ്രണവ് എ, പ്രണവ് സി, റൈസ, റസാന, ഓക്കെ. റുസിൻ, റോഷൻ, ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സഹല ബി, സഹലായൻ, സഹല ബി ആബ്സെന്റ്. സംഗീത്, സാരംഗ്, ഓക്കെ. ഷാരൂൺ, ശ്രദ്ധ, ഷാരൂൺ ഇല്ലേ? വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ, ഓക്കെ. ഓക്കെ, ദെൻ ബാക്കി എന്നാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മെറ്റീരിയൽസ് ഒന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ടുള്ള പാർട്ട് ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് നോക്കുക. ഓക്കെ, താങ്ക് യു.